ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാത്സ് കൺസെപ്റ്റ് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കുഞ്ഞുങ്ങളിലുണ്ടെന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ഈ ഒരു കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാത്സ് കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ സമയത്ത് ആലോചിക്കുന്നില്ല, ഞാൻ മാത്സ് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാത്സിൽ ഇന്നൊരു തിയറിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഇന്ന മാത്സിൻ്റെ കൺസെപ്റ്റാണ് എന്നൊന്നും നമ്മൾ ആരും ആലോചിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് രീതിക്കുള്ള മാത്സ് കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് ഓരോ ഷേപ്സ് കാണുമ്പോൾ ഇന്ന ഷേപ്സ് ആണ്, ഓരോ നമ്പേഴ്സ് കാണുമ്പോൾ ഇന്ന നമ്പറാണ്, ഇത് ഷോർട്ടാണ്, സ്മോളാണ്, ഇത്ര നമ്പർ ഓഫ് തിങ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അതവർക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോയ്സ് ഉണ്ട്. സ്റ്റാക്കിംഗ് ടോയ്സ്, കൗണ്ടിങ് ടോയ്സ്, പസിൽസ്, ഡിഫറെൻറ്റ് ബോർഡ് ഗെയിംസ്. ഇതൊക്കെ എന്തിനാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണത്? അവർക്ക് പല രീതിക്ക് പ്ലേഫുൾ ആയിട്ടുള്ള രീതിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ അവർക്കൊരു ലേണിംഗ് ആണ് എന്നവർക്ക് തോന്നില്ല, പക്ഷെ അവരറിയാതെ പല കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ മാത്സിലൊക്കെ അവർക്ക് ഇഷ്യൂസ് വരുന്നുണ്ടോ എന്നെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ആദ്യം നമുക്ക് കുഞ്ഞുങ്ങളിൽ ഈ ഒരു കൗണ്ടിങ്ങിലുള്ള ഇഷ്യൂസൊക്കെ കണ്ടു തുടങ്ങും. അതായത് ഒരു 1 to 10 വരെ അവർക്ക് റിമെമ്പർ ചെയ്തിട്ട് കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. നമ്പേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരിക, അതുപോലെ തന്നെ ഈ ഒരു നമ്പർ സെൻസ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരിക. അതായത് ഇപ്പം എൻ്റെ കയ്യിലൊരു 2 ആപ്പിൾ ഉണ്ട്, 3 ഓറഞ്ച് ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് 2, 3 എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് അവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റാതെ വരാം. അതുപോലെ തന്നെ ഷേപ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരിക, പല പാറ്റേൺസ് ഫോളോ ചെയ്യാൻ പറ്റാണ്ട് വരിക. ഈ ഒരു ഇഷ്യൂസും ഇതല്ലാതെ പല രീതിക്കുള്ള ഇഷ്യൂസ് നമുക്ക് കണ്ടു തുടങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ആസ് എ പാരൻറ്റ് നമ്മളവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കും, പഠിക്കും എന്ന് വിചാരിച്ചിരിക്കല്ല വേണ്ടത്. അതിനെക്കാട്ടും ഏർലി സ്റ്റേജസിൽ തന്നെ പ്ലേഫുൾ മെത്തേഡ്സിലൂടെ ഈ ഒരു കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് നോക്കും വേണം. മനസ്സിലായില്ലെങ്കിൽ അവർക്ക് ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏർലി ഇൻ്റർവെൻഷൻ നടത്തേണ്ടതുമാണ്. അല്ലാതെ സ്കൂളിൽ പോയിട്ട് ശരിയാവുമെന്ന് വിചാരിച്ചാൽ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ട്, എനിക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങളിൽ ആ ഒരു കോൺഫിഡൻസ് ലെവൽ വളരെയധികം കുറഞ്ഞു തുടങ്ങും. ഈ ഒരു സബ്ജക്റ്റിനോടുള്ള ഒരു ഇഷ്ടം കുറഞ്ഞു വരാം. ഇപ്പോൾ സ്കൂളിൽ നിന്നുണ്ടാകുന്ന പല രീതിക്കുള്ള പ്രഷേഴ്സ്, ഇപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ പാരൻസിന് അത് മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോൾ കുഞ്ഞുങ്ങളിലത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അവർക്കൊരു സോഷ്യൽ ആൻസൈറ്റീസ് വരാം, അതുപോലെ തന്നെ കുറേ ഇമോഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ് വരാം. ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ അവർക്ക് ബിഹേവിയറിലും പല രീതിക്കുള്ള ഇഷ്യൂസ് കണ്ടു തുടങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ലൈഫിനെ കുറേ രീതിയിൽ ബാധിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മളാണ് പല ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ അറിയാനായിട്ട് ടോട്ട് ടോയ്സ് ഫോളോ ചെയ്യുക.